ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. ഇന്ന് ഡിസംബർ 14 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. മോള് വെഡിങ് ആനിവേഴ്സറിക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ. ശരിക്കും ചുമരിൽ ആ ടാപ്പൊന്നും ഒട്ടുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 4 വെച്ചിട്ട് അവൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല. നമ്മൾ മാത്രം ചെറുതായിട്ട് അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി മാത്രം, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാന്ന്. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ച് പൊടിയൊക്കെ ഇട്ട് ചായ തിളച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പണിയും കഴിഞ്ഞല്ലോ. ചായ വെച്ച് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലട മിക്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷേ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിന് മുന്നേ ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പകുതി എടുത്തിട്ട് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ തികയില്ല. നമ്മൾ ഹൗസ് ഓണർക്കും കൂടെ കുറച്ച് പായസം കൊണ്ടു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് റോസ്റ്റഡ് സേമിയ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതും കൂടെ ഞാൻ ചേർത്തു. അപ്പോൾ റോസ്റ്റഡ് സേമിയയും പാലട മിക്സും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനൊരു പായസം ഉണ്ടാക്കുന്നത്. ഒരടുപ്പത്ത് ഞാൻ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് ഞാൻ പയർ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ദോശ കൂടെ ചുട്ട് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. സേമിയ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പായസം വാങ്ങിയേക്കാം. അതുപോലെ പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ഡ്രൈ ആയിട്ട് വേണം ദോശക്ക്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട് സേമിയൊക്കെ. പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തിടണം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും, എൻ്റെ കയ്യിൽ മറ്റേ മുന്തിരി ഉണ്ടായില്ല, കറുത്ത മുന്തിരി ഉണ്ടായില്ല, അപ്പോൾ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ പായസത്തിലേക്ക് വറുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ചൂട് ദോശയും പയറ് കറിയും പായസവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. അങ്ങനെ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടും പിന്നെ നമ്മുടെ ആനിവേഴ്സറി ആയതുകൊണ്ടും വെറുതെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി INA വന്നിട്ടാണ് ഉള്ളത്. INA ഒരു കേരള ഹോട്ടലിൽ കയറി നമ്മൾ. അപ്പോൾ നമ്മൾ പൊറോട്ടയും ബിരിയാണിയും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ INA മൊത്തം ഫുള്ള് ക്രിസ്മസ് വൈബും അടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും ക്രിസ്മസ് ട്രീയും പപ്പാനിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് ക്രിസ്മസ് വൈബായി അവിടെ മൊത്തം. പുറത്ത് കറങ്ങി വന്നതിന് ശേഷം നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കൂടെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെറിയൊരു കേക്കും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അങ്ങനെ വലിയ ആഘോഷമൊന്നും ഉണ്ടായില്ല, ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. നമ്മൾ മാത്രം ചെറിയൊരു കേക്ക് കട്ടിങ്ങും കൂടെ നടത്താമെന്ന് വിചാരിച്ചു. Happy anniversary to you. Happy anniversary to Sanvika. Leote cream adalla Sanvike. കേക്ക് കട്ടിങ് കഴിഞ്ഞ് കുറച്ച് കേക്ക് നമ്മൾ ഹൗസ് ഓണർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർ നമ്മളെ വീടിൻ്റെ തൊട്ട് മേലെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്കും കൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അതെന്താ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്ത വീഡിയോ എടുത്തത്. ട്രൈപോഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ചെറിയൊരു ആഘോഷമായിരുന്നു. പിന്നെ മോളുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവൾ സ്വന്തം തന്നെ ഉണ്ടാക്കിയതാണ്. അവർ യെല്ലോ കളറ് ക്ലേ ഒക്കെ വെച്ചിട്ട് റോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ അത്ര ഇത് ഭംഗി തോന്നാതെ നന്നായിട്ടുണ്ടായിരുന്നു അവൾ ഉണ്ടാക്കിയത്. ഒരു ഹാർട്ട്, അതുപോലെ തന്നെ കേക്ക്, അതൊക്കെ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അവൾ. പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതി വെച്ചിട്ട്
ഒരു കാർഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവൾ കുറേ ദിവസം മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായതായിരുന്നു. അപ്പൊ ഇത്രയുള്ളൂ ചെറിയ കേക്ക് പരിപാടി, ലോ ബഡ്ജറ്റ് പരിപാടിയാണ്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.